കൊച്ചി മെട്രോ പില്ലറിന് മുകളിൽ പൂച്ചയെ കണ്ടെത്തി. എഴുന്നേൽക്കാനാകാതെ അവശ നിലയിലാണ് പൂച്ച. എത്രയും വേഗം പൂച്ചയെ രക്ഷിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. ആദിൽ പാലോട് ചേരുന്നുണ്ട്. അതിൽ കുറച്ചു മുമ്പേ നമ്മൾ വളരെ കാര്യക്ഷമമായി അന്വേഷിച്ചിരുന്നു ഈ പൂച്ച എവിടെ പോയി എന്നുള്ളത്. രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശ്രമം. അപ്പോഴൊന്നും കണ്ടെത്തിയില്ല. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ഇനി രക്ഷിക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കണ്ടേ? ഉറപ്പായും അത് വേണമെന്നുള്ളതാണ് മൃഗസ്നേഹികൾ ഇവിടെ ഒത്തുകൂടിയ അനിമൽ റെസ്ക്യൂ ടീമൊക്കെ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ പൂച്ചയുടെ കുറച്ച് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് മെട്രോയുടെ പില്ലറിൽ അവശ നിലയിൽ കിടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണുന്നതനുസരിച്ച് മരണശയ്യയിലാണ് പൂച്ച എന്നത് വ്യക്തമാണ്. എഴുന്നേൽക്കാനാകാതെ അവശ നിലയിൽ പൂച്ച കിടക്കുന്നു. ഇനി അഥവാ ഇപ്പോഴുള്ള തീരുമാനമനുസരിച്ച് ഇനി കയറി പരിശോധന, പില്ലറിന് മുകളിൽ കയറി പരിശോധിക്കാൻ തൽക്കാലം കഴിയില്ല. കാരണം മെട്രോയുടെ വൈദ്യുതി ലൈൻ പോയിരിക്കുന്നതിനാൽ അപകടത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി അടിയന്തരമായി രക്ഷിക്കണമെങ്കിൽ മെട്രോയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വരും. അതുകൊണ്ട് മെട്രോയുടെ പ്രവർത്തനം അവസാനിച്ച് രാത്രി 11:30 പൂച്ചയെ രക്ഷിക്കാം. മെട്രോയുടെ വൈദ്യുതി വിച്ഛേദിച്ചതിന് ശേഷം മുകളിൽ കയറി രക്ഷിക്കാമെന്ന ധാരണയിലാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും റെസ്ക്യൂ ടീമൊക്കെ ധാരണയിലെത്തിയിട്ടുള്ളത്. പക്ഷേ അടിയന്തരമായി തന്നെ ഒരു നീക്കുപോക്ക് വേണം. മെട്രോയുടെ യാത്ര തടസ്സമുണ്ടാക്കി അല്ലെങ്കിൽ യാത്ര തൽക്കാലം നിർത്തിവെച്ചിട്ടെങ്കിലും പൂച്ചയുടെ ജീവൻ രക്ഷിക്കണമെന്ന ആവശ്യം പൊതുവിൽ ഉയർന്നിട്ടുണ്ട്. ആര്യ, ശരി, അതെ. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വളരെ വേദന തോന്നുന്നുണ്ട്. പാവം ഒരാഴ്ചയായി ആ പില്ലറിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഭക്ഷണമൊന്നും ലഭിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് അത്തരത്തിൽ അവശനിലയിൽ കിടക്കുന്നത്. എത്രയും വേഗം പൂച്ചയെ നമുക്ക് രക്ഷിക്കണം. അതിനുള്ള പ്രവർത്തനങ്ങൾ എന്തായാലും മെട്രോ സർവീസ് നിർത്തിയതിനു ശേഷം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദിൽ പാലോടാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.